ഹിമാലയ കടക്കുന്ന നേപ്പാൾ എന്ന രാജ്യത്ത് ഇന്നത്തെ പ്രധാനമന്ത്രിന്റെയും അതുപോലെ പ്രതിപക്ഷ മന്ത്രിന്റെയും വീട് വരെ തീയിട്ട അവസ്ഥയാണ്. എന്തിനെന്നറിയോ? ഒന്നുമില്ല, അത് ഈ പറഞ്ഞ ആ നാട്ടിലത്തെ ജൻസികളാണ് കാട്ടിയത്. കഥ ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ ഓവറായിട്ട് കറപ്ഷന്റെ ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അതായത് അഴിമതി നടക്കുന്ന ടൈമിലൊക്കെ പ്രൈം മിനിസ്റ്ററിന്റെ ഒക്കെ മക്കള് പുറത്തു പോയിക്കാണ്ട് നല്ല ലക്ഷറി ജീവിതം ജീവിക്കുകയും. അപ്പൊ ഈ പ്രശ്നങ്ങൾ അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ, അതായത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, എല്ലാ ആപ്പിലും ഇങ്ങനെ കാര്യമായിട്ട് സ്പ്രെഡ് ആയി തുടങ്ങിയപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് ഒരു നിയമം കൊടുത്തുകൊണ്ട് ഈ ആപ്പുകൾ മൊത്തം പൂട്ടിച്ചപ്പോ എന്താ ഉണ്ടായതെന്ന് അറിയോ? ഇതേ കറപ്ഷൻ നടത്തിയ മിനിസ്റ്റേഴ്സിന്റെ പേരെ കയറിക്കാണ്ട് അവിടുത്തെ ജൻസികളാണ് കത്തിച്ചു മാത്രമല്ല, എന്നിട്ട് പ്രധാനമന്ത്രിയും നാട് വിടേണ്ട സ്റ്റേജായി. ഒരു കാര്യം പണി ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. ഇതൊക്കെ തുടങ്ങുന്നത് കറപ്ഷന് ഇവരെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടാണ്. അതായത് ഓരോ കറപ്ഷൻസ് ഒന്നും അവിടുത്തെ മീഡിയാസ് അധികം പുറത്തു വിട്ടില്ല. അതേ കറപ്ഷൻസ് അവിടെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ എടുത്തു പറഞ്ഞപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ അവിടെ ബാൻ ചെയ്തത്. അതായത് ഒരു സൈഡിൽ ജൻസി നിന്ന് പൂക്കിത്തരം കാട്ടുമ്പോ ജൻസിക്ക് മറ്റൊരു സൈഡും കൂടി ഉണ്ട് എന്ന് ആലോചിക്കണം. റവല്യൂഷന്റെയും നാട്ടിലെ കറപ്ഷൻസിനെതിരെ പൊരുതിയ ജൻസികൾ ഉണ്ട് എന്നുള്ളതൊന്നും ആലോചിക്കണം.